അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 6 2026 ഓഗസ്റ്റ് 6 2026 ഓഗസ്റ്റ് 6 2026. അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഫ്ലോറിഡയിലുള്ള മിറാമാർ എന്നൊരു സിറ്റിയിലാണ്. മിറാമാർ. അപ്പം ഞങ്ങളുടെ ഓഫീസിൻ്റെ പാർക്കിംഗ് ലോട്ടാണിത്. ഓഫീസിൻ്റെ ബിൽഡിംഗ് അതാണ്. പക്ഷെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പുറകെ ഉള്ള കാര്യമാണ്. അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കണ്ടോ ഒരു തോടുണ്ട്. അപ്പോൾ ഫ്ലോറിഡയിൽ ഇതുപോലെ തോടുകൾ അധികമാണ്, ലേക്സ് ഉണ്ട്. ഫ്ലോറിഡയുടെ ജിയോഗ്രഫി അല്ല ഭൂപ്രകൃതി എന്ന് പറയാം, അത് ഇവിടെ ഇഷ്ടംപോലെ വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കാരണം പലപ്പോഴും നിങ്ങൾ അമേരിക്കയിലുള്ള സിറ്റീസ് കണ്ട് കാണും, ടൂറിസ്റ്റ് അട്രാക്ഷൻസ് സ്ഥലങ്ങൾ കണ്ട് കാണും. പക്ഷേ ഇതുപോലെ ഇതിൻ്റെ നേച്ചർ അല്ലെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് അധികം കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ US അമേരിക്കയിൽ എസ്പെഷ്യലി ഫ്ലോറിഡയിലുള്ള സ്ഥലങ്ങൾ ഇതുപോലത്തെ ജനറലായിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ കാണാത്ത സ്ഥലങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊരു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഇടി മുഴക്കം കേൾക്കാം. ഇന്ന് ഉച്ചയാകുമ്പോൾ യൂഷ്വലായിട്ട് ഈ സമയത്ത് ജൂൺ കഴിഞ്ഞു ജൂലൈ ഓഗസ്റ്റ് ഈ കാലത്ത് രാവിലെ നല്ല വെയിലായിരിക്കും, പിന്നെ ഈവനിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ മഴ പെയ്യും. അപ്പം അത് ഈ കാണുന്ന വെള്ളം അതിനൊരു കാരണമാണ്, നല്ല മഴ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇത് വാട്ടർ ലില്ലിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് മുമ്പ് വരെ ഇവിടെ ഒരു വാട്ടർ ബേർഡ് ഇരിപ്പുണ്ട്. അതിപ്പോൾ വെള്ളത്തിനകത്തോട്ട് ചാടി മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പം വെളിയിൽ വരും. അത് കുറേ നേരം അത് വെള്ളത്തിനകത്ത് ഇരിക്കും. അപ്പോൾ അത് വന്നാൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ കണ്ടോളൂ. നല്ല മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആ തോട് നമ്മൾ നേരത്തെ കണ്ട തോടിൻ്റെ എക്സ്റ്റൻഷനാണ്. അതിപ്പോൾ ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരു വളവുണ്ട്. അതിൻ്റെ കുറച്ച് റൈറ്റിലായിരുന്നു ഞാൻ, പിന്നെ ഇങ്ങോട്ട് നടന്നു വന്നു. ഇത് പാർക്കിംഗ് ലോട്ടിൻ്റെ പുറകു വശമാണ്. ഇടി കേൾക്കാം അല്ലേ? അപ്പം ഇതിങ്ങനെ എക്സ്റ്റെൻഡായി പോകുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ അങ്ങോട്ടും ഉണ്ട് കേട്ടോ, എക്സ്റ്റെൻഡായി അങ്ങോട്ട് പോകുന്നു. പിന്നെ ഇതുപോലെ തോടുകൾ, കണക്റ്റഡ് തോടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ മരം കൊണ്ടായിരുന്നു, ഇത് വലിയൊരു മരമാണ്. എൻ്റെ അറിവിൽ ഇത് വെസ്റ്റ് ഇന്ത്യൻ മഹാഗനിയാണ്. നമ്മുടെ നാട്ടിൽ മഹാഗനി ഫേമസ് ആണ്. ഫർണിച്ചറൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മരമാണ്. നല്ല വണ്ണമുണ്ട്. ഒരു 20 വർഷം പഴക്കമുള്ള മരമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇത് ഈ കെട്ടുന്ന സമയത്ത് വെച്ച് പിടിപ്പിച്ചതാണ്. ഇത് ഇവിടെ നാച്ചുറലായിട്ട് വളർന്നതല്ല, ഇത് ഇവിടെ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ്. ഒത്തിരി മരങ്ങളുണ്ട്. ഇത് ഈ വെള്ളമുള്ളതുകൊണ്ട് നല്ലപോലെ വളരുന്നുമുണ്ട്. അതുപോലെ ഒത്തിരി മരങ്ങളുണ്ട്. ഇത് മൊത്തം ഈ മഹാഗണിയാണ്. പിന്നെ കുറച്ച് നോക്കുമ്പോൾ പാം ട്രീസും കാണാൻ പറ്റും. നല്ല മിന്നലടിക്കുന്നു. മരത്തിൻ്റെ താഴെ നിൽക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറാൻ. അപ്പോൾ ഇപ്പം മണി 2:30, ഓഗസ്റ്റ് 6 2026 മണി ഉച്ചയ്ക്ക് 2:30 മണി. അപ്പോൾ നേരത്തെ ഞാൻ എടുത്ത വീഡിയോ ഒരു 1 മണിക്ക്. അപ്പോൾ അത് കുറച്ച് മഴ പെയ്തിരുന്നു. അപ്പോൾ അകത്ത് പോയി കുറച്ച് ജോലി കഴിഞ്ഞു. എന്നിട്ട് ഇതാ തിരിച്ച് സെയിം പ്ലേസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തോട് അതിൻ്റെ കരയിലൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയുന്നില്ല. അതിൻ്റെ അവിടെ
ഒരു കിങ് ഫിഷർ ഉണ്ട് കേട്ടോ, കിങ് ഫിഷർ ആണെന്ന് തോന്നുന്നത്. ആ കിങ് ഫിഷർ അതിങ്ങനെ മീനിനെയോ എന്തെയോ പിടിക്കാൻ നടക്കുകയാണ്. അത് കണ്ടോ? പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മറുവശത്ത് ഒരു ഫ്രീ വേ ആണ്, ഹൈവേ I-75. അതിൻ്റെ ശബ്ദം കേൾക്കാൻ കുറച്ച് വണ്ടികളൊക്കെ പോകുന്ന കാണാം. പക്ഷേ കുറച്ച് കാറുകളൊക്കെ പോകുന്നുണ്ട്. അതിങ്ങനെ മീൻ പിടിക്കാൻ നിൽക്കാൻ ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, പക്ഷേ അവിടെ ഉണ്ട്. പിന്നെ അവിടെ നല്ല കസ്റ്റം ബിൽഡ് റാം 2500 കസ്റ്റം കളറാണ്. ഇത് നല്ലൊരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കിങ് ഫിഷറാണ്, പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് പേര് അറിയത്തില്ല. ഞാനൊന്ന് റിസർച്ച് ചെയ്തിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതാ വേറൊരു വലിയൊരു മഹാഗനി മരം. ഇതും 10-20 വർഷത്തിൻ്റെ പഴക്കമുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ട്. പിന്നെ ഇവിടെ ഇപ്പം നോക്കുമ്പോൾ കാണാം ഇഷ്ടംപോലെ മഹാഗനികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പാർക്കിംഗ് ലോട്ട് മൊത്തം മഹാഗനിയാണ് എല്ലായിടത്തും. ചിലതൊക്കെ വലിയ മരങ്ങളാണ്. കണ്ടോ അതിൻ്റെ ട്രങ്കിൻ്റെ വലുപ്പം കണ്ടോ, നല്ല വലിയ മരങ്ങളാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ ഈ മരങ്ങളിൽ ചില മരങ്ങളിൽ ഞാൻ വലിയ തേനീച്ച കൂട് കണ്ടിട്ടുണ്ട്. ബീ ഹൈവ്, വലിയ ബീ ഹൈവ്. ഇനിയും നേച്ചർ കാണിക്കുന്ന ഇടയ്ക്ക് കാറും കാണിച്ചു തരാം. നല്ലൊരു കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. നല്ല ബ്രൈറ്റ് ഗ്രീൻ, നല്ലൊരു കളർ. BMW ആണ്. വേറൊരു കാറ് ലെക്സസ് ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു. ലെക്സസ് ഇലക്ട്രിക്, നല്ല കളർ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അപ്പം ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ബിൽഡിംഗ് ആണത്. പാർക്കിംഗ് ലോട്ട് എംപ്റ്റി ആണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അത് ആൾക്കാരൊന്നും ഇവിടെ ഓഫീസസ് ഒന്നുമില്ല. അതുകൊണ്ട് വെറും കൺസ്ട്രക്ഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പാർക്കിംഗ് ലോട്ട് ഫുള്ളായിരിക്കും. കുറേ നാളായി കൺസ്ട്രക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇല്ല, എപ്പോൾ വേണേൽ മഴ വരാം എന്ന് സാധ്യതയുണ്ട്. കണ്ടോ അതെല്ലാം മഴക്കാറുണ്ട്. എപ്പോൾ വേണേൽ മഴ വരാം. ഞാൻ ഇടയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞു, ഒരു മീറ്റിംഗ് കഴിഞ്ഞു. ഇനിയും അകത്ത് അടുത്ത മീറ്റിംഗ് കുറച്ച് സമയമുണ്ട്. അപ്പോൾ നടക്കാൻ വന്നതാണ് ഞാൻ. നല്ല വൃക്ഷങ്ങൾ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു അന്തരീക്ഷമാണ്. വലിയ വെയിലില്ല, മഴയുണ്ട്, കുറച്ച് ചൂട് കുറവാണ്. ഈ ഓഗസ്റ്റ് മാസം നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ ഇന്ന് മഴയുള്ളതുകൊണ്ട് കുറച്ച് ചൂട് കുറവാണ്. ഈ ഫ്രീ വേയുടെ ശബ്ദം നിങ്ങൾ കേൾക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിലെത്തി. അപ്പം ഇവിടെ ഒരു ഈ ചെടി കണ്ടില്ലേ, ഇത് വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷേ അതിൻ്റെ പുറകെ ഉള്ള പാം ട്രീയും വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇത് രണ്ടും
ഇതിവിടെ വെച്ച് പിടിപ്പിച്ചല്ല, ഇത് നാച്ചുറലായിട്ട് ഇവിടെ വളർന്നതാണ്. അതിപ്പം സീഡ് ഇട്ട് സീഡ് വന്ന് വീണ് പിന്നെ ഇവിടെ അത് ഇങ്ങനെ പിടിച്ച് കയറിയതാണ് കേട്ടോ. വലിയൊരു മരമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു മരം ബാക്ക് സൈഡിൽ ഇതേ ഇതിൽ തന്നെ വളർന്നു വന്നു. പിന്നെ അത് വെട്ടിക്കളയേണ്ടി വന്നു. പക്ഷേ കുറച്ച് പ്രയാസപ്പെട്ടു. പക്ഷേ ഇത് പെട്ടെന്ന് ഇവിടെ വളർന്ന് കയറുന്ന കളിക്കുന്ന ഒരു പാം ട്രീ ആണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അതും നോക്കി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചതാണ്. മഹാഗണിയാണ്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഉണ്ട്. അപ്പം ഇതിൻ്റെ എൻറ്റയർ ലാൻഡ്സ്കേപ്പ് ഇതിനകത്ത് സ്പ്രിങ്ക്ലർ സിസ്റ്റമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വെയിൽ, സമ്മറിൽ നല്ല വെയിലാണ്. അപ്പം ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഈ ചെടികൾക്ക് വെള്ളം കിട്ടും. അപ്പം അങ്ങനെയാണ് ഇത് ഇവിടെ ഗ്രീനായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ കുറച്ച് ഡ്രൗട്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആണ്. അധികം വെള്ളം വേണ്ട. പിന്നെ സമ്മറിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മഴ ഇഷ്ടം പോലെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും, നല്ല മഴ പെയ്യും. അപ്പോൾ പക്ഷേ അതല്ലാതെ തന്നെ ഇതിനകത്ത് സ്പ്രിങ്ക്ലർ സിസ്റ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇത് കണ്ടിട്ടൊരു വനാന്തരം ഒരു എന്താണ് പറയുന്നത്, ഇതുപോലത്തെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് തോന്നിക്കുന്നത്. എന്നാലും ഇതൊക്കെ ഇവിടെ നാച്ചുറലായിട്ട് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ. പഴയ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ പഴയ കുറച്ച് നല്ല പ്രായമുള്ള മരങ്ങളാണ്. 10, 20, 15, 20 years മിനിമം വയസ്സുള്ള മരങ്ങളാണ്. ഞാനിപ്പോൾ ഈ മരങ്ങൾ ഇതിൽ നടന്ന് നോക്കുമായിരുന്നു എന്തെങ്കിലും ബീ ഹൈവ്സ് ഉണ്ടോ എന്ന്. പക്ഷേ കുറേ നടന്നിട്ടും ഇതുവരെ ഒന്നും കാണുന്നില്ല. അപ്പോൾ മറ്റേ പാർക്കിംഗ് ലോട്ടിൽ, അതിൻ്റെ അടുത്ത ഓഫീസാണിത്, അടുത്ത ഓഫീസ് ബിൽഡിംഗാണ്. അതിലും ഇതേപോലെ മഹാഗണിയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അവിടെയും നല്ല ഒത്തിരി മരങ്ങൾ. ജനറലായിട്ട് ഈ ഉച്ച സമയങ്ങളിൽ ഇവിടെ ഒത്തിരി ആൾക്കാർ നടക്കാറുണ്ട്. ഓഫീസിലുള്ള ആൾക്കാർ വെളിയിൽ നിന്ന് ഈ പാർക്കിംഗ് ലോട്ടിലെല്ലാം നല്ല നിഴലുള്ളതുകൊണ്ട് നടക്കും. അപ്പം ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 മണിക്കൂർ കൂടി ഇരിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് വെളിയിൽ വന്ന് നടക്കും. എന്നിട്ട് തിരിച്ചകത്ത് പോകും. പിന്നെ അങ്ങനെയാണ് കുറച്ച് റിലാക്സ് ചെയ്യുന്നത്. ഇതാ മഴ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്നിട്ട് ഓഫീസിൻ്റെ അകത്തോട്ട് പോട്ടെ. കുറച്ചൊരു 2 മിനിറ്റിൻ്റെ വാക്കുണ്ട്.